ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. ശിവനെ, എന്റെ ശിവനെ, ഒന്ന് നീട്ടി കരഞ്ഞോടാ. കരച്ചിലിന് ഒരു പവർ ഇല്ല. ഒന്നുകൂടി നീട്ടി കരയണം. ശിവ, എന്താടാ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? ഭീകര സാധനം, കൊടൂര സാധനം. ചത്തു. സത്യം പറയാലോ, തിയേറ്ററിൽ ഇരുന്നിട്ട് അസഹിഷ്ണുത കാരണം ചത്തു. ചില സമയത്ത് ഇറങ്ങി പോയാലോ എന്ന് വരെ മനസ്സിൽ തോന്നിപ്പോയി. പെട്ടുപോയല്ലോ ഇതിൻ്റെ ഉള്ളിൽ എന്നാണ് തോന്നിപ്പോയത്. പിന്നെ യൂണിവേഴ്സ് മാറി കയറിയതാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് ആദ്യം കരുതി. പിന്നെയാണ് മനസ്സിലായത് ശിവണ്ണൻ്റെ സ്ഥിരം പരിപാടി തന്നെയാണ്. അതായത് പാസത്തിൽ അണ്ണാത്തയുടെ മുകളിൽ നിൽക്കുന്ന ഐറ്റം. പാസം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, പാസം കൊണ്ട് വാരി എറിഞ്ഞേക്കാണ്. പക്ഷെ സാധാരണ പാസം ചിലതൊക്കെ അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാവും, കണക്ഷൻ ഉണ്ടാവും. കൂടുതലാവുന്നത് കൊണ്ട് മാത്രം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ്. പക്ഷെ ഇതിലങ്ങനെയല്ല, കണക്ഷനും ഇല്ല, ഒരു കണക്ഷനും ഇല്ലാത്ത ഒരു സ്നേഹബന്ധം, ഭീകരവാസം. അതായത് ശിവണ്ണന്റെ സ്ഥിരം പരിപാടി തന്നെയാണ് കേട്ടോ സിനിമ മൊത്തത്തില്. പക്ഷെ കെട്ടിലും മട്ടിലും മാറ്റം കൊണ്ടുപോയി നേരെ കാട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെന്നുള്ളൂ. നല്ല അപരാധമാണ് പണി വെച്ചിട്ടുള്ളത്. ഇപ്പോഴാണ് കറക്റ്റ് ഈ കാട്ടപരാധം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടല്ലേ ഉള്ളൂ. കാട്ടിൽ നടക്കുന്ന അപരാധം, കാട്ടപരാധം. സത്യം, കറക്റ്റ് ആ പേരിന് ഇത്ര 100% നീതി പുലർത്തിയ ഒരു സിനിമ വേറെ ഉണ്ടാവൂല. കറക്റ്റ് അപരാധാണ്, പക്ഷെ നടക്കുന്നത് കാട്ടില്. അപ്പോ കാട്ടപരാധം കറക്റ്റ്. പല സമയങ്ങളിലും നമ്മളിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഇത് എവിടെ നമ്മൾ പോയിരിക്കണം. വെറും ബഹളം അല്ലാണ്ട് വേറെ ഒന്നുമില്ല. കങ്കു ഉണ്ടാക്കുന്ന വിധം വളരെ സിമ്പിളായിട്ട് പറയാം. ശിവണ്ണൻ നമ്മുടെ സഞ്ജു ടെക്കിൻ്റെയും റോബിൻ്റെ ഒക്കെ കട്ട ആരാധകനാണെന്ന് തോന്നുന്നു. കാരണം ഒരു 10 സഞ്ജു ടെക്കി അത് ഫ്രാൻസിസിന് ഉണ്ടാക്കണം. ആ രീതിയിൽ മാത്രമേ ആ യൂണിവേഴ്സിലുള്ള ആൾക്കാർ സംസാരിക്കുള്ളൂ. ആരും എല്ലാരും അങ്ങനെയാണ്. 2024 പറയുന്നുണ്ട്, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. സമാധാനമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഇല്ലേ? അതായത് ശ്വാസം വലിച്ച എടുക്കാനെങ്കിലും ഒന്ന് സമാധാനമായിട്ട് നിന്നൂടെ? ഇത് എന്ത് ബഹളം സത്യമായിട്ടോ. പിന്നെ ഈ പീരിയോഡിക് പരിപാടി ഉണ്ടല്ലോ, അതില് റോബിന്റെ അലർച്ച, അതാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. നമുക്ക് അത്രയ്ക്ക് ഇറിറ്റേറ്റ് ആവുകയാണ്. എന്തിനാണ് ഈ കാറുന്നതെന്നാണ്. അതായത് ഇപ്പൊ എനിക്ക് ഇവരോടൊക്കെ റെസ്പെക്ട് തോന്നി. ഇവൻ മറ്റേ ഇത് കണ്ടിട്ട് വന്നിട്ട് എന്തായിരുന്നു മാർട്ടിൻ കണ്ടിട്ട് വന്നിട്ട് പറയുന്നതായിരുന്നു, ഭയങ്കര സൗണ്ടും കൊണ്ട് വെറും കാറിലും കൂലും തന്നെയാണ്. ഞാൻ ബഹുമാനിക്കുന്നു. ഇതിന്റെ ഇത്ര ഇല്ലല്ലേ? അല്ല, ഇതിലും കൂടുതലാണ്. അമ്പോ, അപ്പൊ ഞാൻ സമ്മതിച്ചു. അത് ആ നടൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, ഇതെല്ലാരും അങ്ങനെ. ഇത് ഒരു ലോകത്തുള്ള ആൾക്കാർ മൊത്തം ഇതിനു വേണ്ടി വെറും കാറിലും കൂലും മാത്രം. വളരെ മോശം സിനിമ കേട്ടോ, എല്ലാം കൊണ്ടും. സ്റ്റോറിയാണ്. അതെ, പ്ലേസ്മെന്റ്, അതായത് ഇന്നത്തെ കാലഘട്ടവും അന്നത്തെ കാലഘട്ടവും തമ്മിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി വളരെ മോശമാണ്. പിന്നെ വളരെ മികച്ച സോങ്ങുകളുണ്ട്, അത് പ്ലേസ് ചെയ്തിരിക്കുന്നതും വളരെ മോശമായിട്ടാണ്. ഇനി സൂര്യ, സത്യം പറയട്ടെ, ആളുടെ കരിയറിലെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അഭിനയവും ആൾക്ക് ഇത് പറ്റിയെന്നല്ല എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് എത്ര കിട്ടിയാലും വിഷയമല്ല, ഓപ്പൺ ആയിട്ട് പറയുന്നു. വിഷയത്തിനല്ല, അത് അങ്ങനെ തന്നെ കണ്ടവർക്ക് അങ്ങനെ തന്നെ തോന്നുള്ളൂ. കാരണം നമ്മൾ 3D ഇരുന്ന് കാണുമ്പോ സൂര്യക്കൊന്നും ഒരു സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞ ഒരു സാധനമില്ല. അതെ, സ്വാഗില്ല, ഒന്നുമില്ല. ഓറ എന്ന് പറഞ്ഞ സാധനത്തിന് വേണം, ഭയങ്കരമായിട്ടുള്ളൊരു ഓറ. ആളൊരു കിങ് ആണ്, ഇവരുടെ നയിക്കുന്നവരുടെ രാജാവാണെന്ന് തോന്നണം. അതില്ല, അങ്ങനത്തെ ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം പറയാം, സണ്ണി ഡിയോളിനെ കാണുന്ന സമയത്ത്, ബോബി ഡിയോളിനെ കാണുന്ന സമയത്ത് അത് നന്നായി. ഇല്ലെങ്കിൽ ഇതിന്റെ അപ്പുറം കാണേണ്ടി വന്നതിന്. ബോബി ഡിയോളിനെ കിട്ടിയത്, ബോബി ഡിയോളിന് ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ട് കേട്ടോ. ചെയ്യുന്നതെല്ലാം മണ്ടത്തരങ്ങളാണ്, അത് വിട്, അത് സെയിം ആണ്. പക്ഷെ നല്ല കാര്യം ചെയ്തു, അതായത് ഈ സ്വർണ്ണ ബിസ്ക്കറ്റ് കൊണ്ടുപോയിട്ട് അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മാത്രം സന്തോഷം കിട്ടും. കാരണം അത് നമുക്കും തോന്നിയിട്ടുണ്ട്, ഈ മൃഗങ്ങളെയും അല്ലെങ്കിൽ ഈ കാട്ട് ഇതിനെയൊക്കെ തിന്ന് ജീവിക്കുന്ന എന്തിനാണ് സ്വർണം, അതിനൊക്കെ ഇവർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? സത്യം, ഒരു കണക്ഷനും ഇല്ലാത്ത വെറും മണ്ടത്തരങ്ങൾ മാത്രമുള്ള ഒരു സിനിമ. സത്യം. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം പറയാം, ഇതിന്റെ ടൈറ്റിൽ കാർഡ്
അത് ഗംഭീരമായിരുന്നു, സത്യമായിട്ടും തോന്നി. അത് നല്ല 3D നല്ല എഫക്റ്റ് ആയിട്ട് തോന്നി. അതെ. അതിനുശേഷം തുടക്കത്തില് വളരെ മികച്ചതായിരുന്നു. അത് അടിപൊളിയായിരുന്നു. പക്ഷെ അതിനുശേഷം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭീകര വെറുപ്പിക്കലാണ്. പിന്നെ അത് മാത്രല്ല വർക്ക് VFX എന്തോരം വൃത്തികേടായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അറിയോ. പിന്നെ ക്രോക്കഡൈൽ സീനൊക്കെ എൻ്റെ പൊന്നെ ഗംഭീരം. പിന്നെ സ്രാവ് ഗംഭീരം. അതായത് ഒരു കടലിലുള്ള സ്രാവുകൾ മൊത്തം ഒരൊറ്റ ഏരിയയിൽ ആ ഒരു കപ്പലിന്റെ ചോട്ടിലും ആ ഒരു ഏരിയയിലും ഉണ്ട്. ഒരു സമയത്താണ് ശരിക്കും അറിഞ്ഞ് ജനങ്ങൾ കൈയടിച്ചത്. ഇതിലൊരു സീനുണ്ട്, ചെക്കനുണ്ട്. ആ ചെക്കൻ ഒരു സംഭവം ചെയ്യുമ്പോ തീർന്നല്ലോ, ശല്യം തീർന്നല്ലോ, എല്ലാരും കൈയടിച്ച് ആ സമയത്ത്. കാരണം ഇത്ര ഇറിറ്റേറ്റ് ചെയ്യണ ഒരു പയ്യൻ. ആ തലവന സോങ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അത് എന്തോ ഒരു നല്ല പാട്ടാണ്. നമ്മളെ അത് ഇതില് വന്നു എപ്പോഴും, അതായത് തിയേറ്ററിൽ ഇതിന്റെ ട്രെയിലർ കാണുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് ഈ സോങ് ഒന്ന് കാണണം, അതെങ്കിലും ഉണ്ടാകുമല്ലോ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷ അതും കളഞ്ഞു. എന്താണെങ്കിലും ഒരു നല്ല ട്രെയിലറിന് വേണ്ടിയിട്ട് 2.5 മിനിറ്റിന്റെ നല്ല ട്രെയിലറിന് വേണ്ടിയിട്ട് 400 കോടി മുടക്കിയിട്ട് ഒരു വൃത്തികെട്ട സിനിമ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല ട്രെയിലർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ട്രെയിലറിന്റെ കാര്യമാണ് അതേതായാലും സത്യം. സെക്കൻഡ് ട്രെയിലർ അല്ല കേട്ടോ, അതേപോലെ മറ്റേ റിലീസ് ട്രെയിലർ ഇതിന്റെ കാര്യമല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റത്തെ ട്രെയിലർ അതൊരു 1.5 ഐറ്റം ആയിരുന്നു. അത് മാത്രം കണ്ടുകൂടെ ഇരുന്നാ മതിയായിരുന്നു, സിനിമയ്ക്ക് പോവാതിരുന്നാ മതി. ഒരു ട്രെയിലറിന് മാത്രമേ ഈ സിനിമ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു നിമിഷം നല്ലൊരു സാധനത്തിൽ വന്നിട്ടുണ്ടോന്ന് ആലോചിച്ചാൽ കിട്ടൂല. ആര് പറഞ്ഞു? ഒരു ഗംഭീര സാധനം ഉണ്ടല്ലോ ക്ലൈമാക്സിൽ, റോളക്സ് കാമിയോ പൊള്ളിച്ചുട്ടോ. റോളക്സ് പിന്നെ കാമിയോ എന്നൊക്കെ പറഞ്ഞ ഇതായിരിക്കണം. സത്യമായിട്ടും വെറുപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധി ഇല്ലേടേ, സത്യം ചോദിക്ക. എന്തോ ഈ കാണിക്കുന്നത്? നീ ഇവിടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നോ? ഞാൻ കങ്കുവ 2 വെന്തിട്ടുണ്ടോന്ന് പോയി നോക്കട്ടെ. വെന്തിട്ടുണ്ടെങ്കിലും നീ വിളമ്പാ നിക്കല്ലേ, വെന്തെങ്കിൽ നീ ആ കലത്തിൽ തന്നെ വെച്ചോ, വിളമ്പി നാട്ടുകാർക്ക് കൊടുക്കരുത് പ്ലീസ്. ശിവണ്ണ വേവിച്ചെടുത്തോ, നിങ്ങൾ സ്വന്തമായിട്ട് ഇരുന്ന് തിന്നോളണം, ഞങ്ങൾക്ക് തരരുത് പ്ലീസ്. എന്തൊക്കെ തള്ളലുകളായിരുന്നു, ഭീകരല്ലേ. നമ്മളെ ഈ തെറി പറയുന്നത് മാന്യതയ്ക്ക് ചേരുന്നതല്ല, നമ്മൾ മാന്യത ആയിപ്പോയും ചെയ്തു, അതുകൊണ്ട് തെറി പറയുന്നില്ല. മാന്യത ഞങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചും പോയി, അതുകൊണ്ടാ. ഇല്ലെങ്കിൽ പറഞ്ഞേനെ. എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. സിനിമ കണ്ട ആൾക്കാർ എന്തായാലും നിങ്ങളുടെ കമന്റ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പോവല്ല അച്ഛനെ. അല്ല ദിശാപട്ടാനൊക്കെ പിണങ്ങൂലേ? എന്തേലും കൊടുത്തിട്ട് പോ. കൊടുക്കാനാണെങ്കിൽ 1.5 കൊടുക്കൽ കൊടുക്കും. എന്തിനാണ് ഇങ്ങനത്തെ വേസ്റ്റ് കഥാപാത്രങ്ങളെന്ന് ആലോചിക്കുന്നത്? കിങ് അടുത്തത് യോഗി ബാബുവിന് എടുത്താലോ? എന്റെ പൊന്നോ, സത്യമായിട്ടും നമുക്ക് ഒരാളെ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് വെറുപ്പ് തോന്നൂലേ, ആ സിനിമയോടുള്ള ഒരു ഇൻട്രസ്റ്റ് പോകൂലേ, ആ സാധനമാണ് ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ തോന്നിയത്. അതായത് ഫസ്റ്റ് ഈ സംഭവം ഇവരെ കാണിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആ സിനിമയിൽ നിന്ന് പോയി, പിന്നെ നമ്മൾ ആ സിനിമയുടെ ഉള്ളിലേക്ക് കയറിയില്ല, സിനിമ വിട്ടുപോയി നമ്മുടെ അടുത്ത് നിന്ന്. പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള സമയങ്ങളിൽ ഫൈറ്റ് ആണെങ്കിലും ഇനി എന്താണെങ്കിലും ആ സമയങ്ങളിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇത് ചെയ്യുമ്പോഴേ നമുക്കിത് കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. കോമഡി തന്നെ. എന്റെ ദൈവമേ, ഓരോ സംഭവങ്ങളൊക്കെ എടുത്ത് പറയണമെന്നുണ്ട്, ഇത് പറയുകയും ചെയ്യാം കേട്ടോ. 5 വിരൽ ഓടിച്ച മനുഷ്യൻ പോയിട്ട് തൂങ്ങി കിടക്കുക. എന്തായാലും ശിവാണൻ ഇടക്ക് ഒറിജിനൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്, വെടി കൊണ്ടുകൊടുത്ത് എന്നൊക്കെ പറയാനൊക്കെ. അതെ, വെടി കൊണ്ട ആളാണ്. അതായത് പ്രശ്നം വരാൻ പാടില്ല. അതാണ് ഒരു 10 കിലോമീറ്റർ ഓടാനുണ്ട് വെടി കൊണ്ടിട്ട്. അപ്പൊ ഒരു 2.5 കിലോമീറ്റർ എത്തുമ്പോ ഈ സംഭവം 2.5 കിലോമീറ്ററിൽ ഇത് കാണിച്ചിട്ട് പോണം. വെടി കൊണ്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇതിനു മുമ്പ് കൈയൊടിഞ്ഞൊക്കെ മറന്നുപോയി. കയ്യോ, അങ്ങനെ പല സംഭവങ്ങളാണ് കാട്ടിക്കൂട്ടിയുള്ളത്. ഓർത്തെടുക്കാൻ വയ്യ, ഓർത്തെടുത്താലുണ്ടല്ലോ. കങ്കുവ 2 എന്തുണ്ടോ നോക്കട്ടെ. ആവുന്നുണ്ട്. അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. എത്ര ഇനി വെന്താലും ഇത്രേ ഉള്ളൂ. വെന്താലും വേണ്ടില്ല, വെന്തില്ലേലും വേണ്ടില്ല, അവിടെ തന്നെ ഇരുന്നോട്ടെ. ശിവണ്ണ വിളമ്പല്ലേ, കങ്കുവ 2 വിളമ്പല്ലേ. എന്റെ അമ്മോ, ഇതിനാണ് ഇങ്ങനത്തെ ഓരോ. പോവാണ്, ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. വിശ്രമം വേണം.